ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിക്ക് സമീപം ധരാലിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഖീർ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. നിലവിൽ പ്രളയബാധിത പ്രദേശത്തെ കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കെടാവർ നായ്ക്കളെ എത്തിക്കും. ഡൽഹിയിൽ നിന്ന് വിമാനത്തിലാണ് നായ്ക്കളെ എത്തിക്കുക. 100ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് നിഗമനം. രക്ഷാപ്രവർത്തനത്തിന് NDRF, SDRF, ITBP തുടങ്ങിയ സംഘങ്ങളുമുണ്ട്. ഇതുവരെ 130 പേരെ അപകട സ്ഥലത്ത് നിന്ന് വിവിധ സേനകൾ രക്ഷപ്പെടുത്തി. ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗംഗോത്രിയിലേക്കുള്ള പാതയിലെ പ്രധാന താവളമാണ് ധരാലി. ഈ ടൗണിലെ വീടുകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും റോഡുകളും ഒഴുകിപ്പോയി. ഇവയുടെ യഥാർത്ഥ കണക്ക് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. വൈദ്യുതി, ആശയവിനിമയ സംവിധാനങ്ങളും തകരാറിലായി. ഇന്നലെ ഉച്ചയ്ക്ക് 1:45ഓടെയായിരുന്നു ദുരന്തം. ഖീർ ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരന്തം വിതച്ചത്. ഒരു ചെറിയ ഭൂമേഖലയിൽ കുറഞ്ഞ സമയം കൊണ്ട് അതിതീവ്ര മഴ പെയ്യുന്ന പ്രതിഭാസമാണ് മേഘവിസ്ഫോടനം.